എല്ലാവർക്കും വീണ്ടും നമ്മുടെ പ്രൊജക്ടൈൽ മോഷന്റെ ജനറൽ ഇക്വേഷന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പ്രൊജക്ടൈൽ മോഷന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി അതിനകത്ത് വരാവുന്ന സ്റ്റാൻഡേർഡ് ഫോർമുലാസ് കാണാതെ പഠിച്ചു വയ്ക്കേണ്ടുന്ന കുറേ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് നമ്മൾ തുടർന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജനറൽ ഇക്വേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, what is the ratio between h and r? ഒരു ബോഡിയെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ആ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ എച്ചും ആറും തമ്മിലുള്ള റിലേഷൻ. ഇതാണ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ സമയത്ത് തീറ്റ ഇതാണെങ്കിൽ എച്ചും ആറും തമ്മിലുള്ള റിലേഷൻ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എച്ച് ആൻഡ് ആർ? ഒന്നുമില്ല, ചുമ്മാ ഇക്വേഷൻ എഴുതി അങ്ങ് സോൾവ് ചെയ്താൽ മതി. എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആൻഡ് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g. ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എച്ച് ബൈ ആർ ഈസ് ഈക്വൽ യു സ്ക്വയർ ജി ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ, ദാറ്റ് ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഒരു സൈൻ തീറ്റയും കൂടെ ക്യാൻസൽ ആയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, ദെയർഫോർ ആൻസർ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 4. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ റിലേഷൻ. എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ഫോർ എ പ്രൊജക്ടൈൽ, ഒരു പ്രൊജക്ടൈൽ, രണ്ട് പ്രൊജക്ടൈൽ നമ്മൾ കമ്പയർ ചെയ്യാനൊന്നുമല്ല. ഫോർ എ പ്രൊജക്ടൈൽ ദ റിലേഷൻ ബിറ്റ്വീൻ എച്ച് ആൻഡ് ആർ ഈസ് ആൾവേസ് ഈക്വൽ ടു എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 4. പലപ്പോഴും നമ്മൾ അടുത്ത ക്വസ്റ്റൻ അതാണ്, എച്ച് ഈസ് ഈക്വൽ ടു ആർ ആണെങ്കിൽ തീറ്റ എത്ര? ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. എച്ച് ഈസ് ഈക്വൽ ടു ആർ ആണെന്നുണ്ടെങ്കിൽ എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു 1. നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 4. എച്ചും ആറും ഈക്വൽ ആണെങ്കിൽ ഇഫ് എച്ച് ഈസ് ഈക്വൽ ടു ആർ ദെൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4 or theta is equal to tan inverse 4. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇഫ് ആർ ഈസ് ഈക്വൽ ടു 4h, ആർ ഈസ് ഈക്വൽ ടു 4h ആണെങ്കിൽ തീറ്റ എത്ര? 45 ഡിഗ്രി. ഇതൊക്കെ കാണാൻ പഠിച്ചു വയ്ക്കണം. അതെങ്ങനെ കിട്ടി? എച്ച് ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതാണെന്ന് തോന്നുന്നു. അല്ല, അതും കൂടി പഠിച്ചു വയ്ക്കുക. എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 4. എച്ച് ഡിവൈഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് 4h ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 4. 4ഉം കൂടെ ക്യാൻസൽ ആയി, എച്ചും കൂടെ ക്യാൻസൽ. therefore ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. therefore തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ എച്ചും ആറും ഈക്വൽ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4. ആർ ഈസ് ഈക്വൽ ടു 4h ആണെന്നുണ്ടെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. പഠിച്ചു വയ്ക്കണം. അതെല്ലാം പഠിച്ചു വെച്ചേ പറ്റൂ. നന്നായിട്ട് പഠിക്കുക. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. അത് മറന്നു കളയരുത്. എച്ച് ബൈ ആർ ഈസ് ആൾവേസ് ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 4. ഇഫ് ആർ ഈസ് ഈക്വൽ ടു എച്ച്, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4. ഇതൊക്കെ ഒത്തിരി പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 3 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് t, then what is a vertical height reached? ടൈം ഓഫ് ഫ്ലൈറ്റ് മാത്രം തന്നിട്ട് വെർട്ടിക്കൽ ഹൈറ്റ് റീച്ച്ഡ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എഴുതണം ടൈം ഓഫ് ഫ്ലൈറ്റ് t ഈസ് ഈക്വൽ ടു 2u sin തീറ്റ ഡിവൈഡഡ് ബൈ g. ടൈം ഓഫ് ഫ്ലൈറ്റ് t ഈസ് ഈക്വൽ ടു 2u sin തീറ്റ ഡിവൈഡഡ് ബൈ g. നമുക്ക് വേണ്ടുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ സ്ക്വയർ വേണം, കാരണം എന്നാലും യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടി സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. പക്ഷെ എനിക്ക് 2g വേണം. അപ്പൊ ഞാനൊരു 2 താഴെയും മുകളിലും ഇട്ടു. ഇതിനു പകരം നമ്മൾ പറയുന്ന പേരാണ് എച്ച്. therefore t square is equal to എന്ത് പറയാം? 8h divided by g. 2 into 4 8h divided by g, or h is equal to gt square divided by 8. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് മാത്രം നിന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എച്ച് കണ്ടുപിടിക്കാം. that is h is equal to gt square divided by 8. h is equal to gt square divided by 8. this is the relation between h and t. h ഉം t തമ്മിലുള്ള റിലേഷൻ ആണ് h is equal to gt square divided by 8. ഇനി അടുത്തത്, അപ്പോഴത്തേക്ക് സാറേ ടൈം ഓഫ് ഫ്ലൈറ്റ് മാത്രം തന്നിട്ട് നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ടൈം ഓഫ് ഫ്ലൈറ്റും തീറ്റയും അറിയാമെങ്കിൽ നമുക്ക് ആറ് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും സാർ? നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഇൻ ദ എബോവ് ക്വസ്റ്റ്യൻ ഇഫ് തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ദെൻ വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നാണ്. അപ്പൊ നമ്മൾ എഴുതണം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാൽ എച്ച് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ആണ്. തീറ്റ കൂടെ തന്നാൽ നമുക്ക് ഉടനെ എഴുതാം എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 4 ആണ്.
അവിടെ എച്ചിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? GT² divided by 8R is equal to tan theta divided by 4. 4 8 കൂടെ പോയിട്ട് 2. Therefore, R is equal to GT² divided by 2 tan theta. ആറിനെ അപ്പുറം കൊണ്ടുപോകുന്നു, ടാൻ തീറ്റ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ R is equal to GT² divided by 2 tan theta. അപ്പോൾ H is equal to GT² divided by 8 and R is equal to GT² divided by 2 tan theta. This is equation. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5th ക്വസ്റ്റ്യൻ നോക്കുക. 5th ക്വസ്റ്റ്യൻ. A man can throw a ball to a maximum horizontal range R. What is the maximum vertical height to which he can throw it? ഓർക്കുക, ഈ ക്വസ്റ്റ്യൻ സാധാരണ നിങ്ങളെ പോലുള്ളവർക്ക് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സംഭവം എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കേസാണ്. ഇപ്പൊ നമ്മുടെ ഒരാൾ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഞാൻ പറയുന്ന ക്വസ്റ്റ്യന്റെ ഫോം മനസ്സിലാക്കുക. ഹൊറിസോണ്ടൽ റേഞ്ച് 6 ആണെങ്കിൽ H എത്ര? അപ്പൊ H/R is equal to tan theta by 4 എടുത്താൽ മതി. പക്ഷെ ഇത് അങ്ങനല്ല ക്വസ്റ്റ്യൻ. ഒരാൾ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് 6 എറിയുമെങ്കിൽ അയാൾക്ക് മാക്സിമം മുകളിലേക്ക് എത്ര എറിയാൻ പറ്റും? 2 ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മറ്റേടത്ത് ഒരിടത്ത് എന്താണ് ക്വസ്റ്റ്യൻ? ഒരാളുടെ റേഞ്ച് 6 ആണെങ്കിൽ അയാളുടെ H എത്ര? അത് രണ്ടും ഒരു കേസിലെ H മാറുമാണ്, ഒരു കേസിലെ തന്നെ H മാറുമാണ് ക്വസ്റ്റ്യൻ. ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് R, then what is the vertical height? അപ്പോൾ അവിടെ H/R is equal to tan theta by 4. ഇവിടെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ. A man can throw a ball to a maximum horizontal range of R. ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞു. Then അടുത്ത എന്താണ്? What is the maximum vertical height he can throw? അയാൾക്ക് അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്ര ഹൈറ്റിലേക്ക് എറിയാൻ പറ്റും? അപ്പോൾ ഒന്ന് എറിയുന്നത് 45 ഡിഗ്രിയിലായിരിക്കണം, അപ്പോഴേ റേഞ്ച് മാക്സിമം വരിക. മറ്റേ ഹൈറ്റ് മാക്സിമം വേണ്ട 90 ഡിഗ്രിയിൽ എറിയണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓക്കെ, R is equal to U² by 2 when sin 2 theta is equal to 1. R മാക്സിമത്തിന്റെ വാല്യൂ U² by G ആണ്. U² by G. U² sin 2 theta by G. R മാക്സിമം. H മാക്സിമം എത്രയാണ്? U² divided by 2G, then sin theta is equal to sin square theta is equal to 1. 90 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ്. അപ്പോൾ U² by G എന്ന് പറയുന്നത് 6 ആണെങ്കിൽ H is equal to R divided by 2. This is the answer. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടേ? ഒരാൾക്ക് മാക്സിമം R ഹൈറ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് എറിയാൻ പറ്റുമെങ്കിൽ അയാൾക്ക് മുകളിലേക്ക് മാക്സിമം എത്ര എറിയാൻ പറ്റും? ക്വസ്റ്റ്യൻ. മറ്റേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരാളുടെ റേഞ്ച് 6 ആണെങ്കിൽ മാക്സിമം ഹൈറ്റ് എത്ര എത്തി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 6 വെച്ച് ഒരു കേസിലാണ്, ഇത് രണ്ടും 2 കേസിലാണ്. മാറിപ്പോകരുത്. ഇത് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ഒത്തിരി പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി പേര് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. If a ball is projected at an angle θ1 and θ2, 2 balls are projected at an angle θ1 and θ2 with the same initial speed has same horizontal range. അതായത് 2 ബോഡികളെ ഒന്നിനെ θ1 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോൾ അവൻ ഇവിടെ എത്തി, U വെലോസിറ്റിയിൽ. സെയിം വെലോസിറ്റിയിൽ θ2 എറിഞ്ഞപ്പോഴും അവൻ ഇവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ θ1 ആൻഡ് θ2? നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. θ1 + θ2 = 90 കിട്ടണം. അത് എങ്ങനെ തിയററ്റിക്കലി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആൻസർ പഠിച്ചു വെച്ചിരുന്നാൽ മതി. θ1 + θ2 = 90 ഡിഗ്രി. അത് പഠിച്ചു വെച്ചാൽ. എന്നാൽ ഓർക്കുക, ഫസ്റ്റ് കേസിൽ രണ്ടുപേരുടെയും റേഞ്ച് ഈക്വൽ ആണ്. ഫസ്റ്റ് കേസിൽ U² sin 2 θ1 divided by G is equal to U² sin 2 θ2 divided by G. റേഞ്ച് രണ്ടുപേരും സെയിം ആണ്. അപ്പോൾ U² by G യും U² by G യും കൂടെ ക്യാൻസൽ ആയി. അതിന്റെ അർത്ഥം sin 2 θ1 is equal to sin 2 θ2. അതിന്റെ അർത്ഥം θ1 is equal to θ2 എന്ന് പറഞ്ഞു കളഞ്ഞേക്കരുത്. കാരണം θ1 ഉം θ2 ഉം ഡിഫറെന്റ് ആംഗിൾ ആണെന്ന് ആദ്യമേ പറയാം. അപ്പോൾ അതുകൊണ്ട് θ1 is equal to θ2 എന്ന് പറയാൻ പറ്റില്ല. പറയുന്നുണ്ട് 2 ഡിഫറെന്റ് ആംഗിൾസ് θ1 ആൻഡ് θ2 എന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
സൈൻ തീറ്റയെ ഇങ്ങനെ എഴുതാം, സൈൻ തീറ്റ ഈക്വൽ സൈൻ 180 മൈനസ് തീറ്റ. സൈൻ തീറ്റ എന്തെന്ന് എഴുതാം? സൈൻ 180 മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഞാൻ സൈൻ 2 തീറ്റ 1 എന്തെന്ന് എഴുതാൻ പോന്നു? സൈൻ 180 മൈനസ് തീറ്റ 1 എന്ന് എഴുതാം. അപ്പോൾ സൈൻ 180 മൈനസ് 2 തീറ്റ 1 ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ 2. സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 180 മൈനസ് 2 തീറ്റ 1 ഈസ് ഈക്വൽ ടു 2 തീറ്റ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 മൈനസ് തീറ്റ 1 ഈസ് ഈക്വൽ ടു തീറ്റ 2 ഓർ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈസ് ഈക്വൽ ടു 90. അപ്പൊ ഫോർ every projectile, any projectile, there are two angles of projection at which their horizontal ranges are equal. There are two angles of projection for a single projectile. അപ്പോൾ ഓർക്കുക, ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആയിരിക്കണം. വെലോസിറ്റി സെയിം ആയിരിക്കണം, ഗ്രാവിറ്റി സെയിം ആയിരിക്കണം. ഇതെല്ലാം സെയിം ആണെങ്കിൽ ഒരേ വെലോസിറ്റി 2 ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. ദാറ്റ് ടു ആംഗിൾസിന്റെ റിലേഷൻ എന്താണ്? തീറ്റ 1 ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ 2 ഓർ തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈസ് ഈക്വൽ ടു 90. ഓക്കെ, അടുത്ത നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് 2 ഡിഫറെന്റ് ആംഗിൾസ്. ഒരു ബോഡിയെ നമ്മൾ 2 ആംഗിളിൽ പ്രൊജക്ട് ചെയ്തു വിത്ത് സെയിം വെലോസിറ്റി വിത്ത് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച്. ഹാവ് സെയിം ഹൊറിസോണ്ടൽ. അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ബോഡി എടുത്ത് ഞാൻ തീറ്റ 1 എറിഞ്ഞു, സെയിം ബോഡി ഞാൻ തീറ്റ 2 എറിഞ്ഞു. രണ്ടിടത്തും ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം, തീറ്റ 1ഉം വെലോസിറ്റി എല്ലാം സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഉടനെ പറയും, സാർ അപ്പോൾ തീറ്റ 1 പ്ലസ് തീറ്റ 2 90 അല്ലേ? ഞാൻ പറഞ്ഞത് തീറ്റ 1 തീറ്റ 2 കൂടെ ആഡ് ചെയ്താൽ 90 കിട്ടണം, കാരണം സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരിടത്തെ ഹൈറ്റ് h1ഉം മറ്റേവന്റെ മാക്സിമം ഹൈറ്റ് h2ഉം ആണെങ്കിൽ വാട്ട് ഈസ് എ ഹൊറിസോണ്ടൽ റേഞ്ച് ഇൻ ടേംസ് ഓഫ് h1 ആൻഡ് h2. വേറെ ഒന്നും തന്നിട്ടില്ല. വെലോസിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നില്ല, ആകപ്പാടെ ആംഗിൾ എത്രയാണെന്ന് പറയുന്നില്ല. A body is projected at 2 different angles with the same velocity, have the same horizontal range. If h1 is a vertical height in the first case and h2 is a vertical height in the second case, then what is the horizontal range എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതി കളയാം. ആദ്യമേ നമ്മൾ പറയുന്നു ഒരു കണ്ടീഷൻ, അത് പറയുന്നു ഹിയർ തീറ്റ 1 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ തീറ്റ 2 ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ 1. അത് നമുക്ക് മനസ്സിലായി. തീറ്റ 2 എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ 1 ആണ്. രണ്ടുപേരുടെയും ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം ആണ്. അപ്പൊ ഞാൻ എഴുതി, ശരി, അതും എഴുതാം. ഒരാളുടെ റേഞ്ച് r ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 2 തീറ്റ 1 ഡിവൈഡഡ് ബൈ g. മറ്റേ ആളിന്റെ റേഞ്ച് r ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 2 തീറ്റ 2 ഡിവൈഡഡ് ബൈ g. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ ഇതാണ് നമുക്ക് h അല്ലേ തന്നിരിക്കുന്നത്, h അറിയാം. ദാറ്റ് ഈസ് h1 ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ഡിവൈഡഡ് ബൈ 2g ആൻഡ് h2 ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 2 ഡിവൈഡഡ് ബൈ 2g. പക്ഷെ ഒരുത്തൻ പറയും, അയ്യോ തീറ്റ 2 90 മൈനസ് തീറ്റ 1 അല്ലേ? ഞാൻ പറഞ്ഞ അതെ. അപ്പോൾ എന്തെഴുതാം? u സ്ക്വയർ സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ 1 ഡിവൈഡഡ് ബൈ 2g. Sin 90 minus theta cos theta ആണ്. Therefore, this is equal to u square cos square theta 1 divided by 2g h2. അപ്പോൾ h1 കിട്ടി, നമുക്ക് h2 കിട്ടി. നമുക്ക് sin theta 1 sin theta 2 sin theta 1 sin theta 2 പിന്നെ എന്തിനു വേണം? r വേണമെങ്കിൽ r is equal to u square 2 sin theta cos theta. അതിനാണല്ലോ sin 2 theta എന്ന് എഴുതിയത്. sin theta ഉണ്ട്, cos theta ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു h1 h2 കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. h1 into h2 is equal to u square, ഇവിടത്തെ u സ്ക്വയറും കൂടെ വരും, u സ്ക്വയർ into u സ്ക്വയർ into sin സ്ക്വയർ തീറ്റ 1 cos സ്ക്വയർ തീറ്റ 1 ഡിവൈഡഡ് ബൈ 2 into കൂടെ 4g സ്ക്വയർ. ഫൈനൽ ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ ഇതിനെ എല്ലാത്തിനും, ഇത് ഈ 4 എന്ന് പറയുന്ന 2 സ്ക്വയർ ആണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാവോ? മൊത്തത്തിൽ സ്ക്വയർ ആക്കുന്നു. അതായത് ഇങ്ങനെ u സ്ക്വയർ സൈൻ തീറ്റ 1 കോസ് തീറ്റ 1 ഡിവൈഡഡ് ബൈ 2g ദ ഹോൾ സ്ക്വയർ. പറ്റുമല്ലോ? ഇതിന്റെ സ്ക്വയർ എല്ലാത്തിനെ സ്ക്വയറിനെ മൊത്തത്തിൽ പുറത്തെടുത്തു.
അപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു കാര്യം വന്നത്. ഇവിടെ ഒരു 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2 sin θ 1 cos θ 1 നമുക്ക് എന്തെന്ന് എഴുതാമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ എന്തോ ഒരു 2 ഇടുന്നു, താഴെ ഒരു 2 ഇടുന്നു. ഈ 2 sin θ 1 cos θ 1 ഞാൻ എന്തെന്ന് എഴുതുന്നു? 2 sin θ 1 എന്ന് എഴുതുന്നു. u square into sin 2 θ 1. u square sin 2 θ 1 divided by g നമ്മൾ 6 എന്ന് എഴുതുന്നു. Therefore this is equal to r by 4 the whole square. r by 4 the whole square is equal to h1 h2. Therefore r by 4 is equal to root of h1 h2. Therefore r is equal to 4 root h1 h2. ഇത് എക്സാമിനേഷന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഇത്രയും ഡിറൈവ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പഠിച്ചു വെക്കുക. 2 bodies are projected with the same velocity at 2 different angles have same horizontal range. h1 is height in the first case, h2 is height in the second case, and then horizontal range r is equal to 4 into root of h1 h2. പഠിച്ചു വെക്കുക, വേറെ മാർഗം ഇല്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. A body projected horizontally with velocity u from the top of a tower of height h. What is a horizontal range? അത് ചുമ്മാതെ നമ്മൾ നേരത്തെ പഠിച്ച കേസാണ്. A body projected horizontally from the top of a tower of height h. ഇങ്ങനെ വന്ന് വീഴുന്നു. ഇത് r ആണ്, ഇത് h ആണ്. റേഞ്ച് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ട രണ്ട് കണ്ടീഷൻസ് എന്താണ്? എറിയുന്ന വെലോസിറ്റി u ആണെങ്കിൽ h is equal to half gt square and r is equal to ut. ഇവിടെ നിന്ന് ടിയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് r is equal to u into root of 2h by g. ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. h is equal to half gt square r is equal to ut. അത് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി. എന്നാലും ഇത് അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി എന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. എ നമ്പർ, ഇതും പല പരീക്ഷയ്ക്കും ചോദിച്ചത്. എ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആർ ഫയർഡ് ഫ്രം എ ഗൺ വിത്ത് ദ ഹൊറിസോണ്ടൽ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് ഫ്രം എ ഗൺ. അതായത് നമ്മൾ ഗണ്ണെന്ന് പറയുന്ന സാധനം അങ്ങ് വിടൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ പിന്നെ പൈപ്പിനകത്ത് കണക്ട് ചെയ്യുന്ന ഹോസ് ഉണ്ട്. ആ ഹോസ് എടുത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, അന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഹോസിനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. ഉയർത്തുമ്പോൾ എന്ത് പറ്റും, ഈ വെള്ളം ഇങ്ങനെ ദൂരേക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഈ ഹോസിനെ ഇങ്ങനെ പതുക്കെ ഉയർത്തുമ്പോൾ വെള്ളം ദൂരേക്ക് 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 പോയി 45 ഡിഗ്രി എത്തുമ്പോൾ മാക്സിമം പോയിട്ട് പിന്നീട് കുറഞ്ഞ് 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 ഇവിടെ വന്ന് വീഴും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇച്ചിരി തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്യുക. ഇച്ചിരി തിരിഞ്ഞിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്യുക. ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് കറങ്ങി 4 വശത്തും അടിച്ചാൽ എന്ത് പറ്റും, ഒരു സർക്കിളിനകത്ത് കംപ്ലീറ്റ് വെള്ളം സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കാണാം. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ അറിയേണ്ട ഇതാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് 0 ഡിഗ്രിയിൽ നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് ആംഗിൾ കൂട്ടി കൂട്ടി വരുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ കൂടി 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 45 ഡിഗ്രിയിൽ മാക്സിമം വരും. പിന്നീട് പോയിട്ട് അത് കുറഞ്ഞ് 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 ഇങ്ങനെയാവും. അതുപോലെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കൂടി 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 45 ഡിഗ്രിയിൽ മാക്സിമം വരും. പിന്നീട് കുറഞ്ഞ് 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 ഇങ്ങനെയാവും. ഇതുപോലെ നമ്മൾ എല്ലാ ഡയറക്ഷനിലേക്കും നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് വരത്തക്ക രീതിയിൽ ഇത്രയും സ്ഥലം നനഞ്ഞിരിക്കും. അപ്പൊ എത്ര ഏരിയ വെറ്റാവും, അല്ലെങ്കിൽ എത്ര ഏരിയയിൽ നമ്മൾ ഇവിടത്തെ കേസിൽ ബുള്ളറ്റ് സ്പ്രെഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ ഇൻ വിച്ച് ദ ബുള്ളറ്റ് സ്പ്രെഡ് ഈസ് ഈക്വൽ ടു പൈ ആർ മാക്സിമം സ്ക്വയർ. ഇത് ആർ മാക്സിമം ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ മാക്സിമം? ആർ മാക്സിമം ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു പൈ u raised to 4 divided by g square. This is the area in which the bullet spread, or the area of wet land. Land wet ആകുന്നത് ഇത്രയും ഏരിയയിലായിരിക്കും. ചുമ്മാ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യില്ല. അതുകൊണ്ടാണ് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10. A small ball rolls off from the top of a stairway with velocity u. If the height of each step is n and width is x, h and x, then in which step the ball will hit? അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റെയർ കേസ്, ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ്, അതിന്റെ മുകളിൽ കൂടി ഒരു ബോൾ ഇങ്ങനെ റോൾ ചെയ്ത് വന്നിട്ട് അതിങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് വീണു. അവൻ എത്രാമത്തെ സ്റ്റെപ്പിലായിരിക്കും വന്ന് വീഴുക എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടാമത്തെ 3 സെക്കൻഡ് തേർഡ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാമത്തെ സ്റ്റെപ്പ്,
ഇത് എന്ത് സ്റ്റെപ്പ് ആണെങ്കിൽ ഓർക്കുക, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് NH ആയിരിക്കും, വിഡ്ത്ത് എന്ന് പറയുന്നത് NX ആയിരിക്കും. ഒരെണ്ണത്തിന്റെ ഹൈറ്റ് H-ഉം ഒരെണ്ണത്തിന്റെ വിഡ്ത്ത് X-ഉം ആണെങ്കിൽ എന്നാമത്തെ സ്റ്റെപ്പിൽ വന്ന് വീഴുകയാണെങ്കിൽ ദിസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു NH ആൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു NX. അപ്പൊ ഇതിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? This is equivalent to a body projected horizontally from the top of a tower of height H. H-ന്റെ സ്ഥാനത്ത് NH, ഇത് വന്ന് വീഴുന്ന ഗ്രൗണ്ട് NX. അതിനാലാണ് നമ്മൾ പഴയ ഇക്വേഷൻ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് എന്തെഴുതണം? NH is equal to half GT square. NH is equal to half GT square and NX is equal to UT. ഇവിടെ നിന്ന് ടിയുടെ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ NH is equal to half G into T square, that is equal to N square X square divided by U square. അതിനകത്ത് നിന്ന് ഒരു N കൂടി ക്യാൻസൽ ആയി. Therefore this N is equal to 2H U square divided by G X square. This is the value of N, where U is the velocity, G is the gravity, H is the height of one step and X is the width of one step. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ഇതിനകത്തായിരിക്കും വന്ന് ഏത് സ്റ്റെപ്പിലായിരിക്കും വന്ന് വീഴുക? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 2.9 എന്ന് കിട്ടിയാൽ നമ്മൾ പറയും ഓക്കെ തേർഡ് സ്റ്റെപ്പിലാണ് വന്ന് വീണത്. 2.1 ആണെങ്കിൽ നമ്മൾ എത്ര പറയും? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് ദയവ് ചെയ്ത് പറയരുത്. ഇവിടം വരെ ഉള്ള സെക്കൻഡ് സ്റ്റെപ്പ് 2.1 ആയാൽ തേർഡ് സ്റ്റെപ്പാണ്. ഇതിനെയും തേർഡ് സ്റ്റെപ്പ് എന്ന് തന്നെ എഴുതണം, അല്ലാതെ അപ്രോക്സിമേറ്റ് ചെയ്തൊരു ആൻസർ ഇവിടെ എഴുതരുത്. 2 ഇവിടം വരെ, 2 കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. 2 മുതൽ 2.1, 2.2, 2.3, 2.4, 2.5 ഇതെല്ലാം തേർഡ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും അവിടെ അങ്ങനെ ഒരു ആൻസർ വന്നു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ചെയ്ത് 2 എന്ന ആൻസറിലേക്ക് എഴുതരുത് ദയവ് ചെയ്ത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. A body is projected at an angle theta with velocity u. What is a change in momentum of the particle at the highest point? Change in momentum between point of projection and highest point. Change in momentum between point of projection and point of incidence. അത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ആൻസർ പറഞ്ഞു തരുന്നു, ശ്രദ്ധിക്കുക. നമ്മളിതാ ഇവിടെ നിന്നൊരു ബോഡി എടുത്ത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു. ഈ ബോഡി ഇവിടെ എത്തി. ഞാൻ പ്രൊജക്ട് ചെയ്തത് തീറ്റ ഡിഗ്രിയിൽ, പ്രൊജക്ട് ചെയ്ത വെലോസിറ്റി യു, ബോഡിയുടെ മാസ് എം ആണ്. അപ്പോൾ ഇവന്റെ മൊമെന്റം എന്ന് പറയുന്നത് mu ആണ്, ഇനിഷ്യൽ മൊമെന്റം. അതിന് മൊമെന്റം അല്ലേ, മൊമെന്റം വെക്ടർ ആയതുകൊണ്ട് അവനെ ഞാൻ രണ്ട് കമ്പോണന്റ് ആക്കുന്നു. ഇങ്ങോട്ടേക്കുള്ള മൊമെന്റം mu cos തീറ്റ, ഇങ്ങോട്ടേക്കുള്ള മൊമെന്റം mu sin തീറ്റ. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും, അതുകൊണ്ട് മൊമെന്റം 0 ആവും. പക്ഷെ അപ്പോഴും ഇങ്ങോട്ടേക്ക് മൊമെന്റം ഉണ്ടാവും mu cos തീറ്റ. ഇവിടെ വന്ന് വീഴുന്ന സമയത്ത് ആംഗിൾ തീറ്റയാണ്, അപ്പോഴും ഇങ്ങോട്ടേക്കുള്ള മൊമെന്റം വീഴുന്നതിന് ജസ്റ്റ് മുമ്പ് mu cos തീറ്റ ഉണ്ടാവും, ഇങ്ങോട്ടേക്കുള്ള മൊമെന്റം mu sin തീറ്റ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലാതെ കിട്ടൂല. അപ്പൊ നമ്മുടെ ചോദിക്കണം, വാട്ട് ഇസ് ദ മൊമെന്റ് അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ്? mu cos തീറ്റ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹൈയസ്റ്റ് പോയിന്റ്? mu sin തീറ്റ. ഇല്ലാതായ മൊമെന്റം, ചേഞ്ച് ചെയ്ത മൊമെന്റം എന്ന് പറഞ്ഞാൽ mu sin തീറ്റയാണ്. അപ്പോൾ നമ്മൾ മൊമെന്റം അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു mu cos തീറ്റ. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹൈയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്? അപ്പൊ പറയും mu cos തീറ്റയ്ക്ക് മാറ്റമില്ല. അപ്പൊ ചോദിക്കും സാറേ ഓർക്കണേ, വീണ്ടും ഞാൻ പറയുന്നു, ഫസ്റ്റ് പാർട്ട് മൊമെന്റം അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു mu cos തീറ്റ. ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം ചോദിക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. ഈ മൊമെന്റവും ഈ മൊമെന്റത്തിനും ഒരു ചേഞ്ചും ഇല്ല, അപ്പൊ ചേഞ്ച് ചെയ്ത് ഇത് ഇല്ലാതായി. Therefore ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു mu sin തീറ്റ. അടുത്ത മൂന്നാമത്തെ പാർട്ട് നോക്കുക, ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പൊ പറയും അയ്യോ എന്റെ മൊമെന്റത്തിന് വ്യത്യാസമൊന്നുമില്ല, mu cos തീറ്റ ഒരു വ്യത്യാസവുമില്ല. അപ്പൊ മറ്റവൻ പറയും എനിക്കും ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നമ്മൾ പറയും ഇല്ല, നിനക്ക് വ്യത്യാസമുണ്ട്, നീ മേളോട്ട് ഇവൻ താഴോട്ട്.
അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയാ? mu sin theta minus mu sin theta, അല്ലെങ്കിൽ ശരിക്കും പറയേണ്ടത് മൂന്നാമത്തെ -2mu sin theta. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. -mu sin theta minus mu sin theta. That is -2mu sin theta. ക്ലിയർ ആയോ? ക്ലിയർ. അപ്പോൾ മൊമെന്റം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് mu cos theta. Change in momentum between point of projection and highest point mu sin theta. Change in momentum between point of projection and point of incidence is equal to 2mu sin theta. തെറ്റിച്ച് കളയരുത്, വളരെ ഇമ്പോർട്ടന്റ്. ഇതുപോലെ തന്നെ അതാണ് നമ്മൾ കൊടുത്തിരിക്കുക. ഫസ്റ്റ് എടുത്ത് ചോദിക്കുന്ന മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ ദ ഹയസ്റ്റ് പോയിന്റ് ആണ്. ഇവിടെ ഡെൽറ്റ പി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ പി അല്ല, അത് വന്നിട്ടില്ല അതിനകത്ത് കേട്ടോ, അത് നോക്കിക്കോണം. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് mu sin theta. ഇത് പഠിക്കാം, അതിനകത്ത് കിടക്കാൻ നോക്കണ്ട. മൊമെന്റം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ mu sin theta. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ mu cos theta. മൊമെന്റം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് mu cos theta. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു mu sin theta. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 2mu sin theta. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. മൊമെന്റത്തിന് വരും കൈനറ്റിക് എനർജി. ഒരു ബോഡി അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കാം, നേരത്തെ കേസിൽ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ mu പകരം p എന്ന് വരും അവര്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ മൊമെന്റം p. വാട്ട് ഈസ് എ മൊമെന്റം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? p cos theta. മൊമെന്റം അറ്റ് ദ ഹയസ്റ്റ് ചേഞ്ച് ഇൻ മൊമെന്റം p sin theta. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ ദീസ് ടു 2p sin theta. അങ്ങനെ എഴുതിക്കോണം. പറഞ്ഞു വെച്ചാൽ അല്ലാതെ mu പകരം p എന്ന് എഴുതാം. m into u is equal to p. മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റമാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നിന്നൊരു ബോഡി എടുത്ത് നമ്മൾ എറിയുന്നു, u വെലോസിറ്റിയിൽ ഇങ്ങനെ എറിയുന്നു, തീറ്റ ഡിഗ്രി. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ മൊമെന്റത്തിന് പകരം ഇവിടെ കംപ്ലീറ്റ് പറയുന്നത് കൈനറ്റിക് എനർജി വെച്ചുകൊണ്ടാണ് പറയുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ ഈ വെലോസിറ്റിയെ രണ്ട് കമ്പോണന്റ് ആക്കുമ്പോൾ u cos theta u sin theta. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൈനറ്റിക് എനർജിയെ k cos theta k sin theta ആക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ചെയ്ത് എന്തായിരുന്നു? മൊമെന്റത്തിന് mu-നെ രണ്ട് കമ്പോണന്റ് ആക്കി. മൊമെന്റം mu-നെ p എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്മൾ p cos theta എന്നും p cos theta എന്നും ഇതിന്റെ p sin theta എന്ന് എഴുതാം. ഇത് മൊമെന്റം p എന്ന് എഴുതാം. പക്ഷെ അതുപോലെ കൈനറ്റിക് എനർജി എഴുതാൻ പറ്റില്ല, ബിക്കോസ് കൈനറ്റിക് എനർജി ഈസ് സ്കലാർ. അതുകൊണ്ട് ഓർക്കുക, അതുകൊണ്ടാണ് അടുത്തതിനകത്ത് ഇമ്പോർട്ടൻസ് വരിക. വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ u cos theta വെലോസിറ്റി. അപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എത്ര? 12 m u square cos square theta. മനസ്സിലായോ? അതായത് ഇതിനെ k എന്ന് എടുക്കുകയാണെങ്കിൽ k cos square theta. മൊമെന്റം ആണെങ്കിൽ p cos theta ഉണ്ടായിരുന്നുള്ളൂ. കൈനറ്റിക് എനർജിയിൽ എന്ത് വരും? k cos square theta. ഓക്കെ, ഇങ്ങോട്ടേക്കുള്ള കൈനറ്റിക് എനർജി ഇല്ലാതായി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? k cos square theta. 12 mu square-നെയാണ് ഞാൻ k എന്ന് എടുത്തത്. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തത് k sin square theta. ശ്രദ്ധിച്ചോണം, ഇനി പറയുന്നതെല്ലാം ശ്രദ്ധിച്ചോണം. അപ്പൊ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ k cos theta അല്ല k cos square theta. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ k sin square theta. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? k sin square theta. എന്തുമാത്രം കൈനറ്റിക് എനർജി ഇല്ലാതായോ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അല്ലെങ്കിൽ mgh. Potential energy at the highest point is equal to mgh. That is equal to m into g into u square sin square theta divided by 2g. g cancel ആയിപ്പോയി. That is half m u square sin square theta. Half m u square എന്ന് പറയുന്നത് k. That is equal to k sin square theta. അപ്പോൾ change in kinetic energy at the highest point is equal to potential energy at the highest point is equal to k sin square theta. അടുത്തത്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ്? അതും k sin square theta. ശ്രദ്ധിച്ചോണേ, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് k cos square theta. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഈസ് k sin square theta. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് k sin square theta. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും k sin square theta. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും k sin square theta ആണ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്? 0. അതെന്താ സാറേ? ഇവിടെ വെച്ച് കൈനറ്റിക് എനർജി കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോഴും വെലോസിറ്റി വി, കൈനറ്റിക് എനർജി കെ. അതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി സ്കെലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കൈനറ്റിക് എനർജി 50 ആണെങ്കിൽ ഇവിടെയും 50. 50 - 50 = 0. ദാറ്റ് ഈസ് ആൻസർ. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. മറ്റേത് അപ്പൊ മൊമെന്റം ആണെങ്കിൽ മൊമെന്റത്തിന്റെ കേസാണ് ഹയസ്റ്റ് പോയിന്റ് മൊമെന്റം പി സൈൻ തീറ്റ, പി കോസ് തീറ്റ. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ. ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 2p സൈൻ തീറ്റ. 3 എണ്ണമേ ഉള്ളൂ അവിടെ. ഇവിടെ അതല്ല. കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ കെ കോസ് സ്ക്വയർ തീറ്റ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് കെ സൈൻ സ്ക്വയർ തീറ്റ. Potential energy at the highest point is equal to k sin square theta. Change in potential energy is also k sin square theta. Change in potential kinetic energy between point of pressure and point of incidence is 0. തെറ്റിച്ച് കളയരുത്. ഓക്കെ, അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അത് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഷൂട്ടർ എയിംസ് ഹിസ് റൈഫിൾ അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇതുകൂടെ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ജനറൽ ഇക്വേഷൻസ് കഴിയും. ഹൊറിസോണ്ടൽ ടു ഹിറ്റ് ആൻ ഓബ്ജക്ട് അറ്റ് എ ബട്ട് ദ ബുള്ളറ്റ് ഹിറ്റ് അറ്റ് ബി ഡെൽറ്റ ബിലോ. If the vertical velocity of the bullet is u and the horizontal distance say from the point of projection is r, then what is the value of delta? സംഭവം ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, പറഞ്ഞുതരാം. ഇവിടെ ഒരു വെർട്ടിക്കൽ വാൾ, ഒരാള് ഇവിടെ നിൽക്കുകയാണ്. അയാൾക്ക് ആ വെർട്ടിക്കൽ വാളിലുള്ള എ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ ഗണ്ണിനെ എടുത്ത് അങ്ങോട്ടേക്ക് എയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീറ്റ ഡിഗ്രിയിൽ അയാൾ എയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീറ്റ ഡിഗ്രിയിൽ എയിം ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇയാൾ ഇവിടെ നിന്ന് ബുള്ളറ്റിനെ പ്രൊജക്ട് ചെയ്തു, ഫയർ ചെയ്തു വിത്ത് എ വെലോസിറ്റി യു. ഒരു കാരണവശാലും ഈ ബുള്ളറ്റ് അവിടെ എത്തത്തില്ല. ബുള്ളറ്റ് ഇവിടെ വന്ന് വീഴും. ഡെൽറ്റ ബിലോ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ എയിലേക്ക് എയിം ചെയ്തപ്പോൾ ബിയിൽ വന്നാണ് ഹിറ്റ് ചെയ്തത്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതാണ്. അപ്പൊ ഇതാണ് ഒ എന്ന് പറയുന്ന പോയിന്റ്. ഈ ഡെൽറ്റയുടെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് തന്നിട്ടുണ്ട് 6 ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ആയിരിക്കുന്ന വെർട്ടിക്കൽ വാളിലേക്ക് ഞാൻ എറിയുമ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് വീഴുന്നു. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ വേണ്ട, അത് ഞാൻ പിന്നെ പറയാം. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഫ്രം ദ ഫിഗർ ഒ എ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. അതിനകത്ത് ടാൻ തീറ്റ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ സി ഡിവൈഡഡ് ബൈ ഒ സി. Therefore AC എന്ന് പറയുന്നത് എന്തായിരിക്കണം? R tan തീറ്റ. OC എന്ന് പറയുന്ന R ആണ്. Therefore AC എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് R tan തീറ്റ. ACയുടെ വാല്യൂ R tan തീറ്റ. നമ്മൾ ഇച്ചിരി മുമ്പേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് പാരബോളിക്കിനകത്ത് ഈ ഡിസ്റ്റൻസ് കിട്ടി. BCയുടെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. X tan തീറ്റ. എക്സിന്റെ സ്ഥാനത്ത് R ആയതുകൊണ്ട് R tan theta minus half g x square divided by half g r square divided by u square cos square theta. ഇത് R റേഞ്ച് അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് R. ഈ y-യുടെ വാല്യൂ നമ്മൾ നേരത്തെ BC-യുടെ വാല്യൂ നമ്മൾ ഇച്ചിരി മുമ്പേ പഠിച്ചതേ ഉള്ളൂ. y is equal to x tan theta minus half g x square divided by u square cos square theta എന്ന് പഠിച്ച ആ സാധനമാണിത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എ ബിയുടെ വാല്യൂ ആണ്, ഡെൽറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഉടനെ എഴുതാം എ ബി ഈസ് ഈക്വൽ ടു ബി സി മൈനസ് എ സി. സോറി, എ സി മൈനസ് ബി സി. എ സിയിൽ നിന്നും ബി സി മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എ സിയിൽ നിന്നും ബി സി മൈനസ് ചെയ്താൽ എ ബി കിട്ടും. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആവും, ഇത് പ്ലസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഒന്നും വേണ്ട, നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മാത്രം. നേരത്തെ പാരബോളയുടെ ഇക്വേഷൻ എഴുതിയ ഓർമ്മയുണ്ടല്ലോ. y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എഴുതിയത് ഓർമ്മയുണ്ടോ?
ഓർമ്മയുണ്ടോന്നല്ല, ഓർമ്മയുണ്ടാകണം. വേറെ മാർഗമില്ല. പഠിച്ചില്ലെങ്കിൽ ഒന്നും നമുക്ക് പണി നടക്കില്ല. ഇതിനകത്ത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എക്സ് ടാൻ തീറ്റ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഇത്. അത്രയും ചിന്തിച്ചാൽ മതി. പിന്നെ എളുപ്പമല്ലേ? പിന്നെ എന്തിനു നമ്മൾ വേറെ ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട. ഇതിനകത്ത് കാണുന്ന വൈയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുക. അതിനകത്ത് ഇത്രയും വാല്യൂ ആണ്. എ സി എന്ന് പറയുന്നതാണ് എക്സ് ടാൻ തീറ്റ. ഡെൽറ്റയുടെ വാല്യൂ ആണ് ഇത് ഇപ്പുറത്ത് കിടക്കുന്നത്. ഹാഫ് ജി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതാണ് ഡെൽറ്റയുടെ വാല്യൂ. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുമെന്ന് അറിയാമോ? ബിയിൽ ഹിറ്റ് ചെയ്യണമെങ്കിൽ എത്ര മുകളിലേക്ക് എയിം ചെയ്യണം? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കളയും. എയിലേക്ക് എയിം ചെയ്തപ്പോൾ ബിയിൽ വന്ന് ഹിറ്റ് ചെയ്യും. അതിന്റെ അർത്ഥം ബിയിൽ ഹിറ്റ് ചെയ്യണമെങ്കിൽ എയിലേക്ക് എയിം ചെയ്യണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു വെർട്ടിക്കൽ വാൾ, അവിടെ ബിയിൽ ഒരു പോയിന്റ് ഇരിക്കുന്നു. ആ പോയിന്റിനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര മുകളിലേക്ക് എയിം ചെയ്യണം? ഇത്രയും പഠിച്ചു. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഹിയർ എ സി ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ, AB is equal to half g x square divided by u square cos square theta. Therefore, remaining is equal to x tan theta minus half g x square divided by u square cos square theta. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം. ജനറൽ ഇക്വേഷൻസ് ഇത്രയും നന്നായിട്ട് അരച്ച് കിടക്കി അങ്ങ് പഠിക്കണം. പഠിച്ചില്ലാതെ ഒരു മാർഗ്ഗമില്ല. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളതല്ല, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കുള്ളത് അതിന്റെ ലാസ്റ്റ് പ്രീവിയസ് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ, 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആവും. ഓക്കെ.